ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മച്ചൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൈക്ക് വയ്ക്കാണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. വേറൊരു മൈക്ക് മേടിക്കുന്നത് വരെ ഇതുപോലെ ആയിരിക്കും ഞാൻ സൗണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിന്ന് ചൊറിയനം യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി തോരൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചൊറിയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുതുമ്പ, ചൊറിയണത്തുമ്പ എന്നൊക്കെ പല സ്ഥലത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് പറിച്ചെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കയ്യുമൊന്നും ആവാത്ത വിധത്തിൽ പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി ഇതുപോലെ ചീരക്കൊക്കെ അരിയണതുപോലെ ചെറുതായിട്ട് അരിഞ്ഞൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഈ ചൊറിയനം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പാണ്. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത്, ഒരു 4 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അരകല്ലിലിട്ടിട്ടോ അല്ലെങ്കിൽ അമ്മിയിൽ വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചത്. ഇനി നമുക്കിതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ തോരൻ എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ചീരത്തോരൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ തോരനുള്ളത്. 1/2 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചൊറിയനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ചൊറിയൻ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലും പരിസരത്തും തൊടിയിലൊക്കെ ഒരുപാട് ഈ മഴ സമയത്ത് കാണും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കറി വെച്ച് ഒന്ന് തോരൻ വെച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറേ സമയമൊന്നും എടുക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ തോരന് ഉണ്ടാക്കാനായിട്ടുള്ള ഈ ചൊറിയനം കഴുകിയപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഞാൻ കുറച്ച് നേരം കൂടുതലായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് വെള്ളമുള്ളതുപോലെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിൻ്റെ ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരനാണ്. ചീരത്തോരനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ തോരനും കഴിക്കാനായിട്ട് പറ്റും. അപ്പം ചെറുതായിട്ടൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തിയായ ശരീരത്തിനൊക്കെ വളരെ നല്ല ഒരു തോരൻ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാനായിട്ട് പറ്റും. കർക്കിടക മാസമൊക്കെ ആവണ ഈ സമയത്താണ് ഈ തുമ്പ നമ്മുടെ തൊടിയിലും പാടത്തൊക്കെ ധാരാളമായിട്ട് കാണാം. അപ്പം അതുകൊണ്ടാണ് ഈ സമയത്ത് ഇത് കൂടുതലായിട്ട് തോരൻ വെച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ തോരൻ വെച്ച് കഴിക്കാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് തോരൻ വെച്ച് കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ് ഇത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യണേ. ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.